കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ മേലേക്കാവിലുള്ള ശ്രീമൂലസ്ഥാന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഈ മാസം 26, 27 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ന് രാവിലെ 10:15-നും 11:20-നും മധ്യേ തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് പുതിയ ബിംബപ്രതിഷ്ഠ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ.എസ്. സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പങ്കെടുത്തു. കൊടകര പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ നമ്മുടെ തട്ടകത്തമ്മയായ പുത്തുകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാനത്ത് ചില കേടുപാടുകൾ സംഭവിക്കുകയും 2024 ഓഗസ്റ്റ് 24-ന് ഒരു പ്രശ്നവിധി പ്രകാരം ശ്രീമൂലസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് നിശ്ചയിക്കുകയുണ്ടായി. പുത്തുകാവ് അമ്പലത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, കോടശ്ശേരി കർത്താവ്, നമുക്കെല്ലാവർക്കും അറിയാം, കോടശ്ശേരി കർത്താവിൻ്റെ അകമഴിഞ്ഞ ഭക്തിയിൽ അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം കൊടുങ്ങല്ലൂർ അമ്മയെ ദർശനത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത്, യാത്ര ചെയ്ത് ദർശനത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് അദ്ദേഹം പുത്തുക്കാവിൽ വന്ന്, ഭഗവതി എനിക്കിനി അവിടേക്ക് വന്നാൽ അവിടുത്തെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിൽ ആഗ്രഹിച്ച സമയത്ത് ഭഗവതി കാവിൽ വന്ന് അദ്ദേഹത്തിന് പരിപൂർണ ദർശനം കൊടുത്തു എന്നാണ് ഐതിഹ്യം. അന്ന് മുതൽ കൊടുങ്ങല്ലൂരമ്മ പുത്തുക്കാവിലമ്മയായി മാറി പുത്തുക്കാവിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ കുടികൊണ്ടു. വർഷങ്ങളായിട്ട് നടന്ന ശ്രീമൂലസ്ഥാനത്തെ ബിംബത്തിന് കേടുപാടുകൾ സംഭവിച്ച 2024-ലാണ് നമ്മൾ അഷ്ടമംഗല്യ പ്രശ്നവിധി പ്രകാരം ഇത് മാറ്റി പുനഃസ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ ആ നിശ്ചയപ്രകാരം നമ്മൾ തന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചു. ക്ഷേത്രം കോമരം മേൽശാന്തി ഹരികൃഷ്ണൻ എമ്പ്രാന്തിരിയും ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരായ അഴകത്തുമനയ്ക്കൽ ബ്രഹ്മശ്രീ ത്രിവിക്രമൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ഹരീഷ് നമ്പൂതിരി അവർ ചേർന്ന് ഈ പുനഃപ്രതിഷ്ഠാ കർമ്മം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഡേറ്റ് 2026 മാർച്ച് മാസം 26, 27 തീയതികളിൽ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ നിശ്ചയിച്ച ദിവസം അത് ഭംഗിയായി നടത്താൻ കമ്മിറ്റിയും ക്ഷേത്രത്തിലെ മറ്റുള്ള ഭാരം എല്ലാവരും തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ബാക്കിയുള്ള അതിൻ്റെ പൂജാക്രമങ്ങളെക്കുറിച്ച് 26-ാം തീയതിയും 27-ാം തീയതി നടത്തുന്ന പൂജകളെക്കുറിച്ച്, അതുപോലെ തന്നെ പുതിയ ബിംബപ്രതിഷ്ഠയെക്കുറിച്ചെല്ലാം സെക്രട്ടറി പറയും. നമ്മുടെ പുത്തുകാവിലെ ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്ന കാലപ്പഴക്കം മൂലമാണ് അത് ലഭിച്ച് ഒട്ടിയിരിക്കുന്നത്. അത് സാധാരണ നിലയ്ക്ക് അത് പൂർവ്വസ്ഥിതിയിലാക്കി ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച് ത്രിവിക്രമപുരി ഹരിതിരുമേനിയുടെയും നേതൃത്വത്തിൽ അത് പുനഃപ്രതിഷ്ഠിക്കുകയാണ്. അതിന് 26-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോട് കൂടി തുടങ്ങുന്നു. അന്നേ ദിവസം മഹാമൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, ലഘു സുദർശന ഹോമം, കൃഷ്ണഹോമം, അഘോരഹോമം, ദുരിതഹരേഹര ഹോമം, ബാധവേർപാട് എന്നിവ 26-ാം തീയതി രാവിലെ നടക്കും. രാത്രി സന്ധ്യയ്ക്ക് പ്രസാദ ശുദ്ധി, രക്ഷോഗ്ന ഹോമം, വസ്തുഹോമം, വസ്തു കലശപൂജ, വസ്തുബലി, വസ്തു കലശാഭിഷേകം, പുണ്യാഹം, അത്താഴപൂജ 26-ാം തീയതി വൈകുന്നേരം കഴിഞ്ഞു. 27-ാം തീയതി രാവിലെ 6 മണിക്ക് ഗണപതി ഹോമം, തിലകഹോമം, ചതുർശുദ്ധി, പഞ്ചഗവ്യം, പഞ്ചകം, 25 കലശപൂജ, അഭിഷേകങ്ങൾ, സായുജ്യപൂജ, മേലേക്കാവിൽ കലശപൂജ, 10:15-നും 11:20-നും പുണർന്ന നക്ഷത്രത്തിൽ ഇടവം രാശി മുഹൂർത്തത്തിൽ ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനത്ത് പുതിയ ബൊമ്മപ്രതിഷ്ഠ കലശാഭിഷേകത്തോടുകൂടി നടത്തുന്നതാണ്. ദേവീക്ഷേത്രത്തിലെ ശ്രീമൂലസ്ഥാന പ്രതിഷ്ഠയോടനുബന്ധിച്ച് 26-ാം തീയതി രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും. തുടർന്ന് 27-ാം തീയതി രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പ്രതിഷ്ഠ നടക്കുന്നത് 26-ാം തീയതി രാവിലെ 10:15-നും 11:20-നും ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം കോമരം, ക്ഷേത്രം മേൽശാന്തി തുടങ്ങിയവരുടെ അധ്യക്ഷതയിൽ ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ
ത്രിവക്രം തിരുമേനി അവറുകളുടെയും ഹരികൃഷ്ണൻ അവറുകളുടെ സാന്നിധ്യത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. ഈ അവസരത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇതുകൂടാതെ പുത്തുകാവ് ദേവക്ഷേത്രത്തിലെ അടുത്ത് തന്നെ വരാൻ പോകുന്ന പരിപാടിയാണ് നമ്മുടെ എല്ലാ വർഷവും നടന്നു വരുന്ന പൊങ്കാല മഹോത്സവം. അത് ഏപ്രിൽ 5-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നതാണ്. അതിന് മുഖ്യ വിശിഷ്ടാതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ആഷിക വിഷ്ണു, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ചാനലിന്റെ ഈ പരിപാടിയിൽ എല്ലാവരും ഇത് സമയത്ത് പങ്കെടുക്കും.